എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 45 കൊല്ലത്തെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ള എൻ്റെ ജീവിതാനുഭവം അങ്ങനെ തന്നെ എഴുതി വെച്ച ജയേഷ് മൈനാഗപ്പള്ളിക്ക് ഒരുപാട് നന്ദി. ഞാൻ ഇന്നുവരെയും താങ്കളെ കണ്ടിട്ടില്ല, താങ്കൾ എന്നെയും കണ്ടിട്ടില്ല. ഫേസ്ബുക്കിലൂടെയുള്ള മാത്രം അറിവേ എനിക്ക് താങ്കളെപ്പറ്റിയും താങ്കൾക്ക് എന്നെപ്പറ്റിയും ഉള്ളൂ. പക്ഷേ എങ്ങനെ ഇത്രയും നന്നായി എഴുതാൻ സാധിക്കുന്നു? ഓരോ എഴുത്തുകളും എത്ര മനോഹരം, എല്ലാം എത്ര നല്ല. എല്ലാം എൻ്റെ വർഷങ്ങളായിട്ടുള്ള 40 കൊല്ലത്തെ ജീവിതാനുഭവമായിട്ട് എനിക്ക് തോന്നി. നന്ദിയുണ്ട് നല്ല എഴുത്തിനും. അതോടൊപ്പം എൻ്റെ ജീവിതാനുഭവം വേറൊരാളിലൂടെ, എന്നെ അറിയാത്ത ഒരാളിലൂടെ തുറന്നു കാട്ടുന്ന പോലെയുള്ള എഴുത്തിനും ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ജയേഷ് മൈനാഗപ്പള്ളി. ബൈബിൾ ക്ഷമിക്കുന്ന മനുഷ്യരെ ഒരു പരിധിക്കപ്പുറം പരീക്ഷിക്കരുത്. സഹനത്തിൻ്റെ അരികുകളിൽ തട്ടിത്തകർന്ന് ഒടുവിൽ നിസ്സംഗതയുടെ തലങ്ങളിലേക്ക് വീണുപോകുന്ന ഒരവസ്ഥയുണ്ട് മനുഷ്യർക്കൊക്കെയും. സഹനമെന്നത് അനന്തമായ ഒരു കടലാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ അത് വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന ഒരു കൊച്ചു പുഴ പോലെയാണ്. അതിന് പരിധിയുണ്ട്. ഒരു മനുഷ്യൻ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം അയാൾ ഉള്ളിൽ ഉരുകിത്തീരുകയാവും. എല്ലാം ശരിയാക്കും എന്ന പ്രതീക്ഷയിലുള്ള സഹനത്തിൻ്റെ കാത്തിരിപ്പാണ് ക്ഷമ. ആ പ്രതീക്ഷകൾ വീണ്ടും വീണ്ടും തകർക്കപ്പെടുമ്പോൾ പിന്നെ ആ കാത്തിരിപ്പ് അവസാനിക്കും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മനസ്സ് തീരുമാനമെടുക്കും. ഒരു മുൾച്ചെടി എത്ര ചവിട്ടേറ്റാലും വീണ്ടും തളിർക്കും. പക്ഷെ അതിൻ്റെ വേര് അറുത്താൽ അത് എന്നേക്കുമായി ഉണങ്ങിപ്പോകും. ക്ഷമയുടെ വേരറുക്കപ്പെടുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് കരിങ്കല്ലായി മാറും. അവിടെ പിന്നെ സ്നേഹമില്ല, വേദനയില്ല, കണ്ണീരുമുണ്ടാവില്ല. അവർ തങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ലോകത്തിനു മുന്നിൽ എന്നേക്കുമായി അടച്ചു കളയും. അത് തോറ്റുപോകുന്നവൻ്റെ പിന്മാറ്റമല്ല, മറിച്ച് ഇനി തനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് തിരിച്ചറിയുന്നവൻ്റെ വീര്യമാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെയും പരിധിയിൽ കൂടുതൽ പരീക്ഷിക്കരുത്. അവർ എങ്ങനെ പ്രതികരിക്കുമെന്നോ അതിൻ്റെ ശക്തി എത്രത്തോളം എന്നോ നമുക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ക്ഷമിക്കുന്ന മനുഷ്യരെ ഒരു പരിധിക്കപ്പുറം പരീക്ഷിക്കരുത്. ജയേഷ് മൈനാഗപ്പള്ളി. പണത്തിനോ ഒടിഞ്ഞു തൂങ്ങിയ ഓലകൾ. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. ഒരു വലിയ കാറ്റിൽ ഉലയുന്ന തെങ്ങിൻ തലപ്പിൽ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു ഉണങ്ങിയ ഓല. ഒടിഞ്ഞു തൂങ്ങി ജീവൻ്റെ അവസാന ശ്വാസവും മുറുകെ പിടിച്ച് ആ ഓല അതിൻ്റെ മാതൃവൃക്ഷത്തിൽ തന്നെ തൂങ്ങിക്കിടക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു ശക്തമായ കാറ്റിൽ അത് നിലംപതിക്കുന്നു. അലർച്ചയോടെ മണ്ണിൽ വീണ അവസാന നിമിഷത്തിലാവും ആ ഓല തിരിച്ചറിയുന്നത് ഇത്രയും കാലം താൻ ജീവനേക്കാളേറെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ മരം തന്നെ എപ്പോഴോ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു എന്ന്. തന്നിലേക്കുള്ള വഴികളെല്ലാം ആ മരം പണ്ടേ അടച്ചിരുന്നുവെന്നും വീഴ്ചയുടെ ആ നിമിഷം വരെയും താൻ വെറുമൊരു ഭാരമായി തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നും ആ ഓല മണ്ണിൽ കിടന്ന് തിരിച്ചറിയും.
ഈ തെങ്ങോലകളെ പോലെ കുറേയേറെ മനുഷ്യർ നമുക്കിടയിലുണ്ട്. സ്നേഹിച്ചവരാൽ, വിശ്വസിച്ചവരാൽ എപ്പോഴോ തഴയപ്പെട്ടിട്ടും ആ ബന്ധങ്ങളിൽ നിന്ന് മോചനമില്ലാതെ പിടയുന്ന കുറേ മനുഷ്യജന്മങ്ങൾ. അന്ധമായ സ്നേഹത്തിൻ്റെ തടവുകാരാണവർ. കൂടെയുള്ളവർ തങ്ങളെ മനസ്സുകൊണ്ട് എന്നേ പടിയിറക്കി വിട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയം ആ ബന്ധത്തോട് ഒട്ടുനിൽക്കുന്നുണ്ടാവും. അടർന്നു തൂങ്ങിയ ഓല മരത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെ തകർന്ന ഹൃദയവുമായി അവർ ആ ബന്ധം നിലനിർത്താൻ അവസാനവട്ട ശ്രമവും നടത്തും. അവഗണനകളുടെയും അപമാനങ്ങളുടെയും കാറ്റേറ്റ് ഒടിഞ്ഞു തൂങ്ങിയിട്ടും സഹിച്ചും ക്ഷമിച്ചും കണ്ടില്ലെന്ന് നടിച്ചും ഒക്കെ അവർ ആ ബന്ധങ്ങളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കും. കാരണം ആ മരമല്ലാതെ അവർക്ക് വേറൊരു ലോകമുണ്ടാവില്ല. അടർന്നു തൂങ്ങുമ്പോഴും തന്നെ താങ്ങി നിർത്താൻ മരം അതിൻ്റെ അവസാനത്തെ ശക്തിയും ഉപയോഗിക്കുന്നുണ്ടെന്നാവും ഓല കരുതുന്നത്. ആ മരമോ അതിൻ്റെ പുതിയ കൂമ്പുകൾക്കും ഓലകൾക്കും വഴിയൊരുക്കാൻ അത് കാത്തിരിക്കുകയാവും. നമ്മൾ ജീവനായി കരുതിയ മനുഷ്യൻ അവരുടെ പുതിയ സന്തോഷങ്ങളും ബന്ധങ്ങളും തേടി പോകുമ്പോൾ നമ്മൾ അവർക്കൊരു ഭാരമാകും. ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു ബന്ധവും ശാശ്വതമല്ല. നമ്മളെ വേണ്ടാത്തവർക്കായി കണ്ണീരൊഴുക്കുന്നത് നിർത്തണം. അവർക്ക് പിന്നാലെ നടന്ന് സ്നേഹം യാചിക്കരുത്. സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിക്കുക. വീഴ്ചകൾ സംഭവിച്ചു പോയാൽ അത് തകർച്ചയാവരുത്, മറിച്ച് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കാനായിരിക്കണം. ആ കരുത്തുണ്ടാകണമെങ്കിൽ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് അതിജീവനത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട പാഠം. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. ഒടിഞ്ഞു തൂങ്ങിയ ഓലകൾ. പാകമാകാത്ത ബന്ധങ്ങൾ. കണ്ണഞ്ചിപ്പിക്കുന്ന അഴകുള്ള വലിയ വിലയുള്ള ഒരു ജോഡി ചെരുപ്പുകൾ കാണുമ്പോൾ തന്നെ സ്വന്തമാക്കാൻ ആരും ശ്രമിക്കാറില്ലല്ലോ. ആദ്യം അതിൻ്റെ പാകം നോക്കണം. നമ്മുടെ കാലുകൾക്ക് അത് പാകമല്ലെങ്കിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും കാലുകളിൽ മുറിവുണ്ടാകും, ചിലപ്പോൾ വീഴും. ഓരോ ചുവടും വേദന നിറഞ്ഞതായി മാറും. ബന്ധങ്ങളും ഇതുപോലെ തന്നെയല്ലേ? പുറമെ നിന്ന് നോക്കുമ്പോൾ പദവി കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ വളരെ വില കൂടിയത് എന്ന് തോന്നിക്കുന്ന ചില ബന്ധങ്ങളിലേക്ക് നമ്മൾ ആകൃഷ്ടരാകും. മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ കാണിക്കാൻ ആ ബന്ധങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. പക്ഷേ പരസ്പരം മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധം മുന്നോട്ട് പോകും തോറും അത് മനസ്സിന് നൽകുന്നത് തീരാത്ത മുറിവുകളാവും. എത്ര ആഡംബരമുള്ള ജീവിത സാഹചര്യങ്ങളുമാണെങ്കിലും പരസ്പരം ബഹുമാനവും പരസ്പര സ്നേഹവുമില്ലാത്ത എല്ലാ ബന്ധങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ തടവറകളാണ്. ഒരു മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണലിലൂടെ നഗ്നബാധനനായി നടക്കുന്നതിന് തുല്യമാണത്. ഓരോ ചുവടിലും പൊള്ളുന്നത് നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരിക്കും. ഹൃദയങ്ങൾ തമ്മിൽ ആഴത്തിൽ വേരുന്നാത്ത എല്ലാ ബന്ധങ്ങളും ചെറിയൊരു കാറ്റിൽ പോലും തകർന്ന് തരിപ്പണമാകും. വേദന സഹിച്ചാലും വില കൂടിയ ചെരുപ്പ് വലിച്ചെറിയാൻ പഠിച്ച് മുന്നോട്ട് നടക്കുന്നവരെ പോലെ എന്ത് വേദന സഹിച്ചും സമൂഹം എന്തു പറയുമെന്ന് കരുതി പലരും പാകമാകാത്ത ബന്ധങ്ങളുടെ ഭാരവും പേറി ജീവിക്കുന്നുണ്ട്. കാലിന് മുറിവേൽപ്പിക്കുന്ന ഒരു ചെരുപ്പാണെങ്കിൽ അത് ഊരി മാറ്റുകയാണ് ബുദ്ധി. അല്ലാതെ മുറിവുകളെ അവഗണിച്ച് വീണ്ടും മുന്നോട്ട് നടന്നാൽ ഒരുപക്ഷെ പിന്നീട് ഒരിക്കലും നടക്കാൻ കഴിയാത്ത വിധം നമ്മുടെ പാദങ്ങൾ തളർന്നു പോയേക്കാം. നമ്മളെ മാനസികമായി തകർക്കുന്ന, നമ്മുടെ പുഞ്ചിരികൾ കവർന്നെടുക്കപ്പെടുന്ന ഏതൊരു ബന്ധത്തിൽ നിന്നും ധീരമായി ഇറങ്ങി നടക്കുക. വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്നും മുക്തമാകുമ്പോഴാണ് ഒരാൾ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം സ്വാതന്ത്ര്യവും കണ്ടെത്തുന്നത്. നമ്മുടെ വില തിരിച്ചറിയാത്ത ഇടങ്ങളിൽ നിന്നും നിശബ്ദമായി പടിയിറങ്ങുന്നതാണ് ഏറ്റവും വലിയ ആത്മാഭിമാനം. ഹൃദയത്തിനിണങ്ങുന്ന സമാധാനവും സന്തോഷവും നൽകുന്ന ലളിതമായ ബന്ധങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. വില കുറഞ്ഞതാണെങ്കിലും കാലിന് പാകമായ ചെരുപ്പ് നമുക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ് വില കൂടിയവ സമ്മാനിക്കുന്ന മുറിവുകളേക്കാൾ നല്ലത്. ബന്ധങ്ങളുടെ തിളക്കമല്ല, ഹൃദയത്തിൻ്റെ പൊരുത്തമാണ് എപ്പോഴും വേണ്ടത്. ജീവിതയാത്രയിൽ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മറ്റാരുടെയും സംതൃപ്തിക്കായല്ല, നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാകണം. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി സഹോദരൻ. പാകമാകാത്ത ബന്ധങ്ങൾ. സൂപ്പർ സന്ദേശം.
സ്നേഹം കൊടുത്തു ശീലിച്ചവരും വാങ്ങി ശീലിച്ചവരും. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. നല്ല എഴുത്ത്. എല്ലാം ഓരോ എഴുത്തും വായിക്കുമ്പോഴും 40-40 കൊല്ലത്തെ എൻ്റെ ജീവിതാനുഭവം ഓർത്തു വരുന്ന പോലെയാണ്, ഓർമ്മ വരുന്ന പോലെയാണ്. നന്ദി സഹോദര. കാണാത്ത സഹോദരന് നന്ദി. നനച്ചിരിക്കാതെ പെയ്യുന്ന മഴ പോലെയാണ് സ്നേഹം. ചിലരെ അത് കുളിരണിയിക്കുമ്പോൾ മറ്റു ചിലരെ അത് നരകത്തിലാഴ്ത്തുന്നു. സ്നേഹിക്കുക അതൊരു കലയാണെങ്കിൽ സ്നേഹിക്കപ്പെടുക എന്നത് ഒരു ഭാഗ്യമാണ്. സ്നേഹിക്കപ്പെടുന്നവർ, സ്നേഹം വാങ്ങി മാത്രം ശീലിച്ചവർ എന്നും സന്തോഷവാന്മാരായിരിക്കും. സ്നേഹം കൊടുത്തവരാണ് പലപ്പോഴും തോറ്റുപോകുന്നത്. സ്നേഹം സ്വീകരിച്ച് മാത്രം ശീലിച്ചവർ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിൽക്കുമ്പോൾ സ്വന്തം ഹൃദയം പറിച്ച് മറ്റുള്ളവർക്ക് നൽകിയവർ ഒടുവിൽ ഇരുട്ടിൽ തനിച്ചായി പോകുന്നു. ചില മനുഷ്യരുണ്ട്, അവർ ജനിച്ചു വീഴുന്നത് തന്നെ സ്നേഹത്തിൻ്റെ പൂമെത്തകളിലേക്കാണ്. ഒരു പുഴ ഒഴുകി വന്ന് കടലിനെ പുൽകുന്നത് പോലെ സ്നേഹത്തിൻ്റെ അലയൊലികൾ എപ്പോഴും അവരിലേക്ക് എത്തിച്ചേരുന്നു. അവർക്ക് സ്നേഹമെന്നത് ശ്വസിക്കുന്ന വായു പോലെ സ്വാഭാവികമാണ്. യാതൊരു അധ്വാനവുമില്ലാതെ ഒന്നും തിരിച്ചു നൽകാതെ അവരത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് സുഖം കൊള്ളുന്ന വഴിയാത്രക്കാരനെ പോലെ ആണ് അവർ. മരത്തിൻ്റെ വേരുകൾ എത്രത്തോളം ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം വലിച്ചെടുക്കുന്നുവെന്നോ അതിൻ്റെ ഇലകൾ എത്രത്തോളം വെയിൽ സഹിക്കുന്നുവെന്നോ അവർ ചിന്തിക്കാറില്ല. പക്ഷേ സ്വന്തം ഉള്ളിലെ സ്നേഹത്തിൻ്റെ കുറവ് വറ്റിത്തീരുന്നിടം വരെ മറ്റുള്ളവർക്കായി ഒഴുക്കിക്കളയുന്നവർ. അവർ ഒരു മെഴുകുതിരി പോലെയാണ്. ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകുമ്പോൾ സ്വയം ഉരുകിത്തീരുന്നത് അവർ അറിയുന്നില്ല. തൻ്റെ പക്കലുള്ള അമൃത് മുഴുവൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകി ഒടുവിൽ കൈപ്പേറിയ അവശേഷിപ്പുകൾക്ക് ഉടമകളാവുന്നവർ. സ്നേഹം കൊടുത്തു ശീലിച്ചവർ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ എപ്പോഴും തോറ്റുപോകും. അവർ നൽകുന്ന സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവർ ജീവിച്ചിരിക്കുമ്പോൾ ആരും ശ്രമിക്കില്ല. സ്നേഹത്തിൻ്റെ പ്രവാഹം തീർത്ത ആ മനുഷ്യർക്ക് തിരികെ ലഭിക്കുന്നത് അവഗണനയുടെയും ഒറ്റപ്പെടലിൻ്റെയും കയ്പുനീരായിരിക്കും. അവർ തോറ്റുപോകുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ല, അവർ സ്നേഹിച്ചവരുടെ ഹൃദയത്തിൻ്റെ വലിപ്പക്കുറവ് കൊണ്ടാണ്. സുഷിരമുള്ള കുടത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് നിറയില്ലല്ലോ. അതുപോലെ തിരിച്ചു നൽകാൻ അറിയാത്ത ഇടുങ്ങിയ മനസ്സുള്ളവരിലേക്ക് സ്നേഹം നൽകി നിറയ്ക്കാൻ ശ്രമിക്കരുത്. അവരിൽ നിന്നൊരിക്കലും സ്നേഹം തിരികെ പ്രതീക്ഷിക്കരുത്. നമ്മൾ നിറച്ച സ്നേഹത്തിലേക്ക് തിരികെ ഒന്ന് നോക്കിയാൽ ഒടുവിൽ അവിടെ വേദനയുടെ ശൂന്യത മാത്രം അവശേഷിക്കുന്നുണ്ടാവും. നല്ല സന്ദേശം. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. സ്നേഹം കൊടുത്തു ശീലിച്ചവരും വാങ്ങി ശീലിച്ചവരും. തുറന്ന പുസ്തകം ആകാതിരിക്കുക. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. വൃത്തിയുള്ള മനോഹരമായൊരു പുസ്തകം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു കുഞ്ഞിൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ ആ കുഞ്ഞിന് അതൊരു കളിപ്പാട്ടം മാത്രമാണ്. അവനിൽ കയ്യിൽ കിട്ടിയ കരിക്കട്ടയോ പെൻസിലോ കൊണ്ട് കുത്തിവരച്ച് കളിക്കും. കൗതുകം തീരുമ്പോൾ അവനത് വലിച്ചെറിയും. പക്ഷേ അപ്പോഴേക്കും ആ പുസ്തകം മറ്റാർക്കും വായിക്കാൻ പറ്റാത്ത വിധം വികൃതമായി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. തുറന്നു വെച്ച പുസ്തകം പോലെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. മനസ്സിലൊന്നും ഒളിച്ചു വയ്ക്കാൻ അറിയാത്തവർ. തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വീഴ്ചകളും സ്വപ്നങ്ങളുമെല്ലാം അവർ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു സംസാരിക്കും. കേൾക്കുന്നവർ പ്രിയപ്പെട്ടവരാണെന്ന വിശ്വാസത്തിലാണ് അവർ മനസ്സ് തുറക്കുന്നത്.
പക്ഷേ ആ കേൾവിക്കാരിൽ ഭൂരിഭാഗവും മുകളിൽ പറഞ്ഞ കുട്ടിയെ പോലെയാണ്. അവർക്ക് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ വിലയോ വികാരങ്ങളോ ആഴമോ മനസ്സിലാകില്ല. നമ്മുടെ കണ്ണീര് ബലഹീനതകളും നമ്മൾ അവർക്ക് മുന്നിൽ വെച്ച് നീട്ടും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതേ മനുഷ്യർ തന്നെ നമ്മുടെ ആ തുറന്നു പറച്ചിലുകളെ മറ്റുള്ളവർക്ക് മുന്നിൽ തമാശയായി പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. വഴിയിൽ നിൽക്കുന്ന തൂമ്പച്ചെടിയുടെ പൂവ് ഭംഗിയുള്ളതാണ്. അതിനെ തൊടാനും നുള്ളിയെടുക്കാനും എല്ലാവർക്കും എളുപ്പമാണ്. കാരണം അതിന് പ്രതിരോധിക്കാൻ അറിയില്ല. പക്ഷേ കള്ളിമുൾച്ചെടിയുടെ പൂവ് അതിനേക്കാൾ മനോഹരമാണെങ്കിലും അരികിലേക്ക് പോകാൻ ആരും മടിക്കും. മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രത്തോളം മനസ്സ് തുറക്കുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കപ്പെടും, പരിഹസിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എല്ലാവർക്കും വന്നു വായിക്കാനും കുത്തി വരയ്ക്കാനുമുള്ള ഒരു പുസ്തകമാക്കി മാറ്റരുത്. പുറമേ ശാന്തമായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന കടലിനെ പോലെയാകണം മനുഷ്യൻ. ജീവിതത്തിൻ്റെ പുസ്തകം കഴിവതും അടച്ചു വയ്ക്കുക. അതിൻ്റെ താക്കോൽ മറ്റാരുടെയും കൈകളിൽ കൊടുക്കാതിരിക്കുക. ആർക്ക് മുന്നിലും സ്വയം വിട്ടുകൊടുക്കാതെ സ്വയം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മാഭിമാനം. നല്ല സന്ദേശം. ജയേഷ് മൈനാഗപ്പള്ളി. തുറന്ന പുസ്തകം ആകാതിരിക്കുക. കലങ്ങിയ പുഴയും കലങ്ങിയ മനസ്സും. ഒരു പെരുമഴയ്ക്ക് ശേഷം പുഴയോരത്ത് ചെന്നു നിന്നിട്ടുണ്ടോ? മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന ചെളിമണ്ണും കലങ്ങിയ വെള്ളവും എല്ലാം ചേർന്ന് ആ പുഴയാകെ ഇരുണ്ട നിറമായി മാറിയിരിക്കും. അതിൻ്റെ പളുങ്കു നിറം മറിഞ്ഞു പോയിരിക്കും. അടിത്തട്ടിൽ നിന്ന് ഇളകി മറിഞ്ഞ് മുകളിലേക്ക് പൊന്തി വരുന്ന ചെളിയും നിറവും ചേർന്ന് ആ ജലാശയത്തിൻ്റെ ശാന്തതയെ പൂർണ്ണമായും തല്ലിക്കെടുത്തിയിരിക്കും. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് നോക്കാൻ പോലും ആകാത്ത വിധം ആകെ കലങ്ങി മറിഞ്ഞൊരു അവസ്ഥ. ചില നേരങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴും ഇങ്ങനെയാവും. ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും നിരാശയും കനത്തു നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സും ഇതുപോലെയാണ്. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ മനസ്സിൻ്റെ തെളിച്ചം കെടുത്തിക്കളയും. ചിന്തകൾക്ക് വ്യക്തതയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ളം പുകയുന്ന അവസ്ഥ. കലങ്ങിമറിഞ്ഞ പുഴ അടുത്തുള്ളൊരു തെളിഞ്ഞ തടാകത്തിലേക്ക് ഒഴുകിയെത്തിയാലോ? അത് ചെന്നു ചേരുന്നിടത്തെ തെളിനീരിനെ കൂടി അത് പതുക്കെ കലക്കി മറിക്കും. മനസ്സ് കലങ്ങി നിൽക്കുന്ന ഒരാൾ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയാണ്. ഉള്ളിലെ അസ്വസ്ഥതകൾ വാക്കുകളായും ഭാവങ്ങളായും ചിലപ്പോൾ പുറത്തേക്ക് വരും. അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിലും സങ്കടത്തിൻ്റെ ഓളങ്ങൾ അലതല്ലും. നമ്മൾ നമ്മുടെ കലങ്ങി മറിഞ്ഞ മനസ്സിനെ തുറന്നുവിടാൻ ശ്രമിക്കുമ്പോൾ ആ അസ്വസ്ഥത അവരിലേക്ക് പടരുന്നു. നമ്മളറിയാതെ ചിലപ്പോൾ കയർത്ത് സംസാരിച്ചെന്ന് വരും. ആ പുഴയോരത്ത് അല്പം മാറി നിന്ന് നോക്കിയാലോ? മഴ തോർന്ന് ഒഴുക്ക് പതുക്കെ കുറഞ്ഞ് വെള്ളത്തിൽ പൊന്തിക്കിടന്നിരുന്ന തരിമണലുകൾ ഓരോന്നായി പതുക്കെ താഴേക്ക് താഴാൻ തുടങ്ങും. കരിയിലകൾ തീരത്തടിയും. കുറച്ചു സമയം കഴിയുമ്പോൾ മുകളിൽ വീണ്ടും തെളിഞ്ഞ വെള്ളം ദൃശ്യമാകും. സൂര്യപ്രകാശം തട്ടുമ്പോൾ പുഴയുടെ അടിത്തട്ടിലെ കല്ലുകൾ പോലും വീണ്ടും വ്യക്തമായി കാണാം. പുഴ സ്വയം ശാന്തമാകുന്നത് നിശബ്ദമായ ആ സമയത്താണ്. മനസ്സ് കറങ്ങുമ്പോൾ ഇത്തിരി ശാന്തതയാണ് ഏറ്റവും നല്ലത്. തനിച്ചിരിക്കുക, മറ്റാരോടും സംസാരിക്കാതെ ഒരു മുറിയിലോ പ്രകൃതിയോട് ചേർന്ന കുറച്ച് സമയം നിശബ്ദരായിരിക്കുക. പുതിയതായ ആരും അവിടെ ഇടപെടാതിരിക്കുമ്പോൾ ഉള്ളിലെ ദേഷ്യവും സങ്കടവും പതുക്കെ പതഞ്ഞടങ്ങി താഴേക്ക് പോകും. ചെളിമണ്ണ് അടിഞ്ഞ് വെള്ളം തെളിയുന്നത് പോലെ നമ്മുടെ ചിന്തകളെ വീണ്ടും തെളിച്ചമുള്ളതാക്കിയെടുക്കാൻ ആ തനി നേരത്തിന് കഴിയും. കണ്ണീരോ സങ്കടമോ ഉണ്ടെങ്കിൽ അത് മുഴുവനായി പുറത്തു പോയി മനസ്സ് വീണ്ടും പഴയ പോലെ പളങ്കുപാത്രം പോലെ തെളിയാൻ ഏകാന്തതയോളം മികച്ച മറ്റൊരു മരുന്നില്ല. മനസ്സ് കലങ്ങുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഓടാതെ സ്വന്തം ഉള്ളിലെ ശാന്തതയിലേക്ക് അല്പം മാറി നിൽക്കുക. കലങ്ങിയ പുഴ ചെന്നെത്തുന്നിടവും കലക്കി മറിക്കും പോലെ പ്രിയപ്പെട്ട പലരും ശത്രുവായി മാറാൻ മനസ്സറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്ക് മതി. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ആ സമയം നിങ്ങളെ മനസ്സിലാക്കിയെന്ന് വരില്ല. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. നല്ല സന്ദേശം. കലങ്ങിയ പുഴയും കലങ്ങിയ മനസ്സും. സൂപ്പർ.
വാശിയുടെ കനലുകൾക്കുമേൽ മനുഷ്യൻ കെട്ടിപ്പടുക്കുന്ന അഹന്തതയുടെ കോട്ടകളൊക്കെ തകർന്ന് നിലംപൊത്താൻ ഒരു നിമിഷാർദ്ധം മതിയെന്ന് എത്രയെത്ര കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ടും ഇത്തിരി പോന്ന ഈ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നമ്മൾ ജീവിച്ചിരിക്കുന്നത് വാശികളുമായാണ്. അവരവർ തീർത്ത ശരിതെറ്റുകളുടെ അതിർവരമ്പുകളിൽ നിന്ന് ഞാൻ എന്ന ഭാവത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്. രണ്ടിലൊരാൾ ഇതാവുന്നത് വരെയേ എല്ലാ വാശികൾക്കും ആയുസ്സുണ്ടാവൂ. എല്ലാ വാശികളുടെയും അവസാനത്തിൽ നമ്മൾ ചെന്നെത്തുന്നത് ശാശ്വതമായ വേർപാടിൻ്റെ നിശബ്ദമായ തീരത്തിലാണ്. അല്പനാൾ കഴിഞ്ഞാൽ മണ്ണടിയാൻ മാത്രമുള്ള ഈ ശരീരവും പേറി നേർത്ത ഹൃദയത്തിൽ പകയുടെയും വാശിയുടെയും കനലുകൾ എരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്? വിട്ടുകൊടുക്കാൻ മടിക്കുന്ന മനസ്സ് എപ്പോഴും തർക്കങ്ങളിൽ വിജയിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൽ വാശികളുടെ കൂട്ടിൽ വാശികളും കൂട്ടിൽ കിടന്ന എത്രയെത്ര ബന്ധങ്ങളാണ് ശ്വാസം മുട്ടിപ്പിടയുന്നത്. ഒരു വാക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ മാസങ്ങളും വർഷങ്ങളും പരസ്പരം സംസാരിക്കാതെ തള്ളി നീക്കുന്നവർ എത്രയോ പേരുണ്ട്. അപ്പോഴെല്ലാം അപ്പുറത്ത് നിൽക്കുന്നവരുടെ കണ്ണിലെ നനവ് കാണാൻ നമ്മുടെ അഹങ്കാരം നമ്മെ അനുവദിക്കാറില്ല. വേനൽക്കാലത്തെ ചൂടിൽ ഉരുകിത്തീരുന്ന മഞ്ഞുതുള്ളി പോലെയാണ് മനുഷ്യൻ്റെ ആയുസ്. നമുക്കിടയിലെ ഒരാളെ രംഗബോധമില്ലാത്ത കോമാളി തൊട്ടു വിളിക്കുമ്പോൾ അതുവരെ കാത്തു സൂക്ഷിച്ച വാശികളെല്ലാം തന്നെ വെറും ചാരമായി മാറും. അപ്പോൾ മാത്രമായി നാം തോറ്റുപോയത് ആ മനുഷ്യരോടല്ല, കാലത്തിനോടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒടുവിൽ ഒരു നാൾ ആ മനുഷ്യരുടെ തണുത്തു മരവിച്ച ശരീരത്തിലേക്ക് നോക്കി പൊട്ടിക്കരയുമ്പോൾ, മാപ്പിരക്കുമ്പോൾ കാലം നമുക്ക് നേരെ നോക്കി പരിഹസിച്ച് ചിരിക്കും. അപ്പോൾ പെയ്യുന്ന കണ്ണീരിന് കടൽ വെള്ളത്തേക്കാൾ ഉപ്പുരസമുണ്ടാകും. ആ വേർപാട് നൽകുന്ന നികത്താനാവാത്ത ശൂന്യതയിൽ കുറ്റബോധത്തിൻ്റെ നീറ്റൽ ജീവിത അവസാനം വരെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നാളെ എന്നൊന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ നാളെയിൽ നമ്മളിൽ ആരാണ് ബാക്കിയുണ്ടാവുക എന്ന് ആർക്കറിയാം? വാശിയുടെ കനലുകൾക്ക് മേൽ സ്നേഹത്തിൻ്റെ പനിനീർ തളിക്കാൻ നാളേക്ക് കാത്തു നിൽക്കരുത്. സൂപ്പർ മെസ്സേജ്. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി സഹോദരനെ. വാശിയുടെ കനലുകൾക്കുമേൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മ വരട്ടെ. പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല സന്ദേശങ്ങൾ. 40-40 കൊല്ലത്തെ ജീവിതാനുഭവം അറിയാത്ത എൻ്റെ, കണ്ടിട്ടില്ലാത്ത എൻ്റെ 40 കൊല്ലത്തെ ജീവിതാനുഭവങ്ങൾ എഴുതി കണ്ടതിൽ സന്തോഷം. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജയേഷ് മൈനാഗപ്പള്ളി സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെങ്കിലും ദൈവം താങ്കളെ കാണിച്ചു തരാൻ അനുവദിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. കാണാൻ ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ സന്തോഷം. ഓക്കെ.